ചെറിയ അനുഭവങ്ങൾ വലിയ സന്തോഷത്തോടെ പങ്കുവെക്കുമ്പോൾ നമുക്ക് അതേ രീതിയിൽ തന്നെ നിങ്ങളോടും പങ്കുവെക്കണ്ടേ? ഇപ്പോൾ ഉണ്ടായ ഒരു കൃഷ്ണാനുഭവം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റ് 30/11 കേട്ടോ. അതിന് ഡ്രസ്സ് എടുത്തത് മുംബൈയിലാണ്. അന്ന് ഞങ്ങൾ 3 പേർക്കും എൻ്റെ മക്കൾക്കും അവിടുന്ന് ഡ്രസ്സ് വാങ്ങി. പപ്പായ്ക്ക് എടുത്ത ഡ്രസ്സ് ബ്ലാക്ക് ആയിരുന്നു. നാട്ടിലെല്ലാവരും മാച്ചായിട്ടാണ് ഇപ്പോൾ ഇടുക എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാം നന്നായി നടക്കണം, മാച്ചാകണം എന്നിപ്പോൾ മോളുടെ പപ്പയ്ക്ക് മുൻപ് ഒരു സൂട്ട് അയച്ചിരുന്നേ. അതിൻ്റെ കളറൊന്നും എനിക്കറിയില്ലായിരുന്നു. ഓൺലൈനിൽ അയച്ചതാണ്. മോൾ എനിക്ക് പിങ്ക് കളർ സാരിയാണ്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു എല്ലാം നന്നായി നടക്കണേ എന്ന്. നാട്ടിൽ ചെന്നപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിട്ടോ. എല്ലാം പിങ്ക് വൈറ്റ് മാച്ച്, എല്ലാം ഭംഗിയായി നടന്നു. എല്ലാം കണ്ണൻ നടത്തി തന്നു. കണ്ണാ എന്നും എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകണേ. എന്താ കഥ എന്നറിയോ? നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലേ. ഒരു കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷമാണ്. ആഘോഷത്തിൽ അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. അത്രയും എന്താണ് പവിത്രത നിറഞ്ഞൊരു സംഭവമാണല്ലേ വിവാഹം എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും ഒരേ രീതിയിൽ മനസ്സുഖമായിട്ട് മനസ്സോട് സന്തോഷത്തോടെ ഇടപെടുന്ന സ്ഥലങ്ങളാണല്ലേ. ഈ ഒരു അനുഭവത്തിൽ എന്താ വെച്ചാൽ എല്ലാവരുടെയും ഡ്രസ്സ് ഒരേ മാതിരി ആവണമെന്ന് അമ്മ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അതാണ് അനുഭവം എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്ന ചെറിയ സന്തോഷങ്ങളിലും നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം കാണുക. അപ്പം തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമായി മാറും. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. വരുന്ന ദിവസങ്ങളിലൊക്കെ അധിക ദിവസവും നമ്മൾ കൃഷ്ണ വിഗ്രഹങ്ങൾ നറുക്കിട്ടെടുത്ത് സമ്മാനങ്ങളായിട്ട് നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.